2025 തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ചവരായ പുണർത്തം നക്ഷത്രക്കാർക്ക് നക്ഷത്രം പുണർത്തമാണ്. പക്ഷെ മലയാള മാസം എല്ലാവർക്കും അറിയണമെന്നില്ല. ഇപ്പം ജനിച്ചത് ജാനുവരി 3-നാണെങ്കിൽ മലയാള മാസം എന്താണെന്ന് അറിയാൻ ജാനുവരി 3-ൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം എന്താണെന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് തുലാമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം കാര്യവിജയം കാണുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളിലെല്ലാം വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. എന്തെങ്കിലും ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. പക്ഷേ മക്കളും അച്ഛനും ഗ്രാൻഡ് പാരൻസ് സഹോദരാദികൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ദാമ്പത്യപരമായിട്ട് അത്ര നല്ല മാസമൊന്നുമല്ല. വിവാഹത്തിനെല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. ഫെബ്രുവരി മാസം അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. ചെറിയ മനസമാധാനക്കുറവും ടെൻഷനെല്ലാം കാണുന്നുണ്ട്. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും. ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. മാർച്ച് മാസം എല്ലാ കാര്യങ്ങളിലെല്ലാം വിജയമല്ല. ചില കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ച തരത്തിൽ വിജയത്തിൽ കലാശിക്കും. ശത്രുക്കളെല്ലാം അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പല ഓപ്പറേഷനിലും വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് ഈ മാസം നല്ലത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അതുമാതിരി അച്ഛൻ മക്കൾ ഗ്രാൻഡ് പാരൻസ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം. ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ചില ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കും. പക്ഷേ അതേപോലെ തന്നെ ഓപ്പറേഷനിന് വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. തൊഴിൽപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളെല്ലാം തൊഴിൽ സ്ഥലത്തെല്ലാം കണ്ടേക്കെ പറ്റി എന്തെങ്കിലും തടസ്സങ്ങളെല്ലാം ജോലിക്കോ പ്രമോഷനോ. അതേപോലെ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം. കളവ് പോകാതെയെല്ലാം. മെയ് മാസം കാര്യവിജയങ്ങളെല്ലാം നേടാം. ആരോഗ്യപരമായിട്ട് മോശമല്ല. ദൂരെ ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ കളവ് പോകാതെയെല്ലാം സൂക്ഷിക്കണം. ചിലപ്പം ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. ജൂൺ മാസം പൊതുവെ കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതിന് ഇതാണ് നല്ലത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ലൊരു മാസമൊന്നുമല്ല. ട്രാൻസ്ഫർ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വ്യക്തിപരമായ ആരോഗ്യപരമായ അത്ര നല്ലൊരു മാസമായിട്ടൊന്നും തോന്നുന്നില്ല. സെപ്റ്റംബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിനെ പറ്റിയ നല്ലൊരു മാസമാണ്. എല്ലാ കാര്യത്തിലും ഉത്സാഹം കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. പക്ഷേ ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം ശ്രദ്ധിക്കണം. കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ
അതിന് പോകാൻ കഴിയുന്നത് ഈ മാസം അത്ര യോജിച്ചതല്ല, അല്ല മാറ്റി വെക്കുക. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകുക. വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും പറ്റിയ മാസം അല്ല. ഒക്ടോബർ മാസം പൊതുവെ കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കാം, ചില ശത്രുതയുണ്ടാകാം. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടൊന്ന് പോയാൽ മതി. കുടുംബപരമായിട്ടൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല. നവംബർ മാസമാണെങ്കിൽ കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. എങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവിനെ കുറിച്ച് കാണുന്നുണ്ട്. ഡിസംബർ മാസം പൊതുവെ വ്യക്തിപരമായിട്ട് നല്ല ഒരു മാസമല്ല. പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ഒരു മാസമായിട്ട് തോന്നുന്നില്ല. വലിയ ഗുണമൊന്നും ഇല്ലാത്ത ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് വൃശ്ചിക മാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. അവർക്ക് ജാനുവരി മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. വീട് നിർമ്മാണത്തിന് നല്ല സമയമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല സമയമായിട്ട് തോന്നുന്നില്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം ഉണ്ടാകും. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം ജനിക്കുന്നതിനെ കണ്ടെത്തും. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായി, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ എല്ലാം സൂക്ഷിക്കണം. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയോ എല്ലാം ഫെബ്രുവരി മാസത്തിൽ കണ്ടേക്കാം. ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം ജീവിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടും, പ്രൊമോഷൻ കിട്ടും. പക്ഷേ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ മക്കളും പിതാവിനും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒന്നും അത്ര നല്ല മാസമല്ല. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. കേസ് വഴക്കിലൊന്നും പോകരുത്. ചിലപ്പം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ നോക്കണം. അതുപോലെ തന്നെ പല ടെസ്റ്റിന് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മെയ് മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. കാര്യത്തിലെല്ലാം വിജയം നേടുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. അതേസമയം ഓപ്പറേഷനെല്ലാം വേണ്ടിക്കില്ല അതിന് പറ്റിയ മാസമാണ്. പക്ഷേ മക്കളും പിതാവും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ബാധ്യ തടസ്സങ്ങൾ, ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം ശ്രദ്ധിക്കണം. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടാതെ ശ്രദ്ധിക്കണം. ജൂൺ ജൂലൈ മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളിലെല്ലാം വിജയം നേടാം. ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. പക്ഷേ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ഇപ്പോൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ജൂൺ മാസത്തിൽ ചിലപ്പം ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം ശ്രദ്ധിക്കണം. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ല മാസമായിട്ട് തോന്നുന്നില്ല.
ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ല മാസമാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, കുടുംബ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. കുടുംബപരമായ സാമ്പത്തികപരമായും കുടുംബപരമായും വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമല്ല, കുടുംബപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമൊന്നും അല്ല. ഒക്ടോബർ നവംബർ മാസങ്ങൾ പൊതുവെ പറ്റിയ മാസം, കാര്യങ്ങളെല്ലാം വിജയം നേടും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒക്ടോബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ഒക്ടോബർ മാസം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസമല്ല. അതുപോലെ തന്നെ അനാവശ്യ പ്രശ്നങ്ങളൊന്നും തലയിടാതെ നിൽക്കുന്നതാണ് ഒക്ടോബർ മാസം നല്ലത്. അതേമാതിരി ആരെങ്കിലും പറ്റിക്കാതെ നോക്കിയും വേണം ഒക്ടോബർ മാസം. ഡിസംബർ മാസം കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. കാര്യവിജയം നേടും. പല ഓപ്പറേഷനിലും വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ധനുമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം ഇനി നോക്കാം. ജാനുവരി മാസം വ്യക്തിപരമായ, ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. പിന്നെ കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം. സഹോദരങ്ങൾക്കും പിതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നും അല്ല. ചിലപ്പോൾ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ചിലപ്പോൾ ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുണ്ട്. ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല. ചിലപ്പോൾ ദാമ്പത്യപരമായ വല്ല അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ചില തടസ്സങ്ങളെല്ലാം കണ്ടേക്കാം. ഫെബ്രുവരി മാസവും പൊതുവേ നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത എന്തെല്ലാം കണ്ടേക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ പ്രത്യേകം നോക്കണം. അച്ഛനും മക്കൾക്കും സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. കുടുംബ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല. മാർച്ച് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. സഹോദരങ്ങൾക്കും പിതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ട്രാൻസ്ഫർ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടായേക്കാം. ഏപ്രിൽ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ് ഏപ്രിൽ. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളുണ്ടാകും. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫറും കണ്ടേക്കാം. മെയ് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടത്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്.
അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ല വണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കാം, ട്രാൻസ്ഫർ ഉണ്ടായേക്കാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ജൂൺ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും. ജൂൺ ജൂലൈ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്, കുടുംബപരമായി സാമ്പത്തികപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ചില കാര്യങ്ങളിലെല്ലാം കാര്യസാധ്യം നേടും. അതുപോലെ തന്നെ ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് നല്ല മാസം തന്നെയാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. അതുപോലെ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. അതേപോലെ തന്നെ അനാവശ്യ ചെലവുകളെല്ലാം ഒന്ന് നിയന്ത്രിക്കണം. ഓഗസ്റ്റ് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതാണ്, കുടുംബപരമായ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൽ കണ്ടെത്തും. പക്ഷേ കുടുംബ ചെലവുകൾ കുറച്ച് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായി ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളും ചിലപ്പം കണ്ടേക്കാം. സെപ്റ്റംബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വ്യക്തിപരമായിട്ടും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും വ്യക്തിപരമായ ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. നവംബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതാണ്, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ചില മനസ്സമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അത്ര നല്ലൊരു മാസമൊന്നും ഇല്ല. ഡിസംബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതാണ്, കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതൊന്നുമല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണും.